C++ function overloading. Overloading in C++. Overloading means assigning multiple meanings to a function name or operator symbol. C++ ലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. C++ രണ്ട് രീതിയിൽ നമുക്ക് ഓവർലോഡ് ചെയ്യാം. ഒന്ന് ഫംഗ്ഷൻ നെയിം, രണ്ട് ഓപ്പറേറ്റർ. അതിൽ നമ്മൾ ഇന്നിപ്പോ നോക്കാൻ പോകുന്നത് ഫംഗ്ഷൻ ഓവർലോഡിംഗ് ആണ്. രണ്ട് രീതിയിൽ നമുക്ക് ഓവർലോഡ് ചെയ്യാം. ഒന്ന് ഫംഗ്ഷൻ നെയിം. ഫംഗ്ഷൻ നെയിം വെച്ച് ഓവർലോഡ് ചെയ്യാന്ന് വെച്ചാൽ ഒരു C++ പ്രോഗ്രാമിൽ ഒരേ പേരുള്ള ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻസ് വരാം. അങ്ങനെ ഒരു ക്ലാസ്സിനകത്ത് ഒരേ പേരുള്ള ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻസ് വരുമ്പോഴാണ് നമ്മൾ അതിനെ ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. അതേപോലെ C++ലെ വേറൊരു ഫീച്ചറാണ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ്. ഒരു ഓപ്പറേറ്ററിന് ഒരു ക്ലാസ്സിനകത്ത് ഒരു ഓപ്പറേറ്ററിന് ഒന്നിൽ കൂടുതൽ ഫംഗ്ഷനാലിറ്റി വരാം. അങ്ങനെയാണെങ്കിൽ അപ്പം നമ്മൾ പറയും ഓപ്പറേറ്റർ ഓവർലോഡിംഗ്. അപ്പം ഈ രണ്ട് കാര്യവും C++ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് മൾട്ടിപ്പിൾ മീനിങ്സ് വെച്ചാൽ അതിന്റെ ഫംഗ്ഷനാലിറ്റി കൂടുന്നു, അതിനെയാണ് നമ്മൾ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഓവർലോഡിംഗ് മീൻസ് അസൈനിങ് മൾട്ടിപ്പിൾ മീനിങ്സ് ടു എ ഫംഗ്ഷൻ നെയിം ഓർ ഓപ്പറേറ്റർ സിമ്പിൾ. ഒരു ഫംഗ്ഷൻ നെയിമിനോ അല്ലെങ്കിൽ ഓർ ഓപ്പറേറ്റർ സിമ്പിളിനോ ഒന്നിൽ കൂടുതൽ മീനിങ്സ് അസൈൻ ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ C++ൽ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. There are two types of overloading in C++. C++ൽ രണ്ട് തരത്തിലുള്ള ഓവർലോഡിംഗ് ഉണ്ട്. ആദ്യത്തത് ഫംഗ്ഷൻ ഓവർലോഡിംഗ്, രണ്ടാമത്തത് ഓപ്പറേറ്റർ ഓവർലോഡിംഗ്. C++ൽ രണ്ട് തരത്തിലുള്ള ഓവർലോഡിംഗ് ഉണ്ട്. ഫംഗ്ഷൻ ഓവർലോഡിംഗ് ഉണ്ട്, ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഉണ്ട്. ഇതിൽ ഫംഗ്ഷൻ ഓവർലോഡിംഗുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം നേരത്തെ കൺസ്ട്രക്ടർ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു. C++ ഓവർലോഡിംഗ് അത് രണ്ട് രീതി നമുക്ക് ചെയ്യാം. ഒന്നുകിൽ ഫംഗ്ഷൻ ഓവർലോഡിംഗ് അല്ലെങ്കിൽ ഓപ്പറേറ്റർ ഓവർലോഡിംഗ്. ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഫംഗ്ഷൻ ഓവർലോഡിംഗ് ആണ്. ഫംഗ്ഷൻ ഓവർലോഡിംഗ്. Function overloading. Function overloading is defined as the process of having two or more functions with the same name but different in parameters. Function overloading എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിനകത്ത് രണ്ടോ അതിൽ കൂടുതൽ ഫംഗ്ഷൻസ് ആവാം. ആ എല്ലാ ഫംഗ്ഷൻസിനും ഒരേ പേര് തന്നെ ആയിരിക്കും, ബട്ട് ഡിഫറെന്റ് ഇൻ പാരാമീറ്റേഴ്സ്. പക്ഷെ പാരാമീറ്ററിൽ വ്യത്യാസം കാരണം ഒന്നിക്കുള്ള ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ ഒരേ പേരാണെങ്കിൽ കമ്പൈലർ വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ്. അപ്പൊ കമ്പൈലറിന് കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഒരേ പേരുള്ള ഫംഗ്ഷൻസ് തമ്മിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റിങ്വിഷിംഗ് ആസ്പെക്ട് വേണം. ആ ഡിസ്റ്റിങ്വിഷിംഗ് ആസ്പെക്ട് ആണ് ഒന്ന് പാരാമീറ്റർ എണ്ണത്തിൽ വ്യത്യാസം അല്ലെങ്കിൽ പാരാമീറ്ററിന്റെ ടൈപ്പിലെ വ്യത്യാസം. അപ്പൊ ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിനകത്ത് ഒന്നിൽ കൂടുതൽ രണ്ടോ അതിൽ കൂടുതലോ ഫംഗ്ഷൻസ് ഒരേ പേരുള്ള ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. In function overloading, the function is redefined by using either different types of arguments or a different number of arguments. ഇപ്പൊ ഫംഗ്ഷന്റെ പേര് സെയിം ആയിരിക്കും. ചിലപ്പോൾ ഒരേ പേര് 5 ഫംഗ്ഷൻ കാണും. അപ്പൊ 5 ഫംഗ്ഷൻ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സിൽ വ്യത്യാസം കാണും. പാരാമീറ്ററിനെയാണ് നമ്മൾ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഒന്നുകിൽ അതിന്റെ പാരാമീറ്റേഴ്സിന്റെ എണ്ണത്തില് അതിലും ഒരു ഫംഗ്ഷൻ ചിലപ്പം പാരാമീറ്റർ ഇല്ലാത്തതായിരിക്കും, രണ്ടാമത്തെ ഫംഗ്ഷൻ ഒരു പാരാമീറ്റർ ആയിരിക്കും, മൂന്നാമത്തെ ഫംഗ്ഷൻ ചിലപ്പം 3 പാരാമീറ്റർ ആയിരിക്കും, നാലാമത്തെ ചിലപ്പോൾ 5 പാരാമീറ്റർ ആയിരിക്കും. അപ്പൊ പാരാമീറ്ററിന്റെ എണ്ണം വെച്ച് തിരിച്ചറിയാം. അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് ചിലപ്പം ആദ്യത്തെ പാരാമീറ്റർ ഇന്റിജറും രണ്ടാമത്തെ ഫ്ലോട്ടും ആയിരിക്കും, അടുത്ത ഫംഗ്ഷൻ ചിലപ്പോൾ ആദ്യത്തത് ഫ്ലോട്ടും രണ്ടാമത്തെ ഇന്റിജറും ആയിരിക്കും. അപ്പം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവിടെ ടൈപ്പ് വ്യത്യാസമാണ്, ആർഗ്യുമെന്റ്സിന്റെ ടൈപ്പ് വ്യത്യാസമാണ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വേണം. ഒന്നുകിൽ ആർഗ്യുമെന്റിന്റെ എണ്ണത്തിൽ വ്യത്യാസം വേണം, അല്ലെങ്കിൽ ആർഗ്യുമെന്റിന്റെ ടൈപ്പിൽ വ്യത്യാസം വേണം. ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ ഓവർലോഡിംഗ് C++ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. It is only through these differences compiler can differentiate between the functions. കാരണം അല്ലാതെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ ഫംഗ്ഷനും ഒരേ പേരാ. സെയിം പേരുള്ള ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻ വരുമ്പോഴാണല്ലോ ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ പേര് വെച്ച് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലാ ഫംഗ്ഷനും ഒരേ പേരാണ്. അപ്പൊ കമ്പൈലറിന് ഫംഗ്ഷൻസ് തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യേണ്ടി വരും.
അതിനുവേണ്ടി ഒന്നുകിൽ ആർഗ്യുമെന്റ്സിന്റെ എന്ന് വെച്ചാൽ പാരാമീറ്റേഴ്സിന്റെ എണ്ണം വെച്ച് ഡിസ്റ്റിങ്വിഷ് ചെയ്യും, അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സിന്റെ എന്ന് വെച്ചാൽ പാരാമീറ്റേഴ്സിന്റെ ഡേറ്റ ടൈപ്പ് വെച്ച് ഡിസ്റ്റിങ്വിഷ് ചെയ്യും. The advantage of function overloading is that it increases the readability of the program because you don't need to use different names for the same action. എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു മാത്തമാറ്റിക്കൽ പ്രോഗ്രാമിനകത്ത് ആഡ് എന്ന് പറഞ്ഞ് രണ്ട് ഇന്ത്യൻ നമ്പർ ആഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് കാണും, രണ്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആഡ് ചെയ്യാനുള്ള മെത്തേഡ് കാണും. പക്ഷെ രണ്ടും മാത്തമാറ്റിക്കലി രണ്ടും ആഡിങ് പ്രോസസ്സാണ്. അപ്പൊ രണ്ടിനും ആഡ് എന്ന പേര് തന്നെ കൊടുക്കാം. കാരണം ഒന്നിൽ ഇന്റീജർ പാസ് ചെയ്യുന്നു, മറ്റേതിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ പാസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫംഗ്ഷൻ ഓവർലോഡിന്റെ അഡ്വാൻറ്റേജ് പ്രോഗ്രാമിന്റെ റീഡബിലിറ്റി കൂടും. കാരണം സെയിം ആക്ഷന് പ്രത്യേകം പേര് കൊടുക്കേണ്ട ആവശ്യമില്ല. സെയിം ആക്ഷൻ നമുക്ക് ഒരേ പേര് തന്നെ കൊടുക്കാം. കോൺസെപ്റ്റ് കാണിച്ചിരിക്കുന്നു. ഇവിടെ മൈ ഫംഗ്ഷൻ എന്നുള്ളതാണ് ഫംഗ്ഷൻ നെയിം. ഈ ഫംഗ്ഷൻ ഒന്ന് റിട്ടേൺ ആദ്യത്തെ 4 എണ്ണത്തിന് ഒന്ന് റിട്ടേൺ ചെയ്യുന്നില്ല, 4ാമത്തെ ഫ്ലോട്ട് റിട്ടേൺ ചെയ്യുന്നു. ഇവിടെ ഫംഗ്ഷന്റെ പേര് നോക്കിയാൽ മൈ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ 1, 2, 3, 4, 5 ഫംഗ്ഷൻ ഉണ്ട്. 5ന്റെയും പേര് സെയിം ആണ്, മൈ ഫംഗ്ഷൻ. പക്ഷേ അപ്പം 5ന്റെയും പേര് സെയിം ആണ്. ഓൾ ഫംഗ്ഷൻസ് ആർ ഹാവിംഗ് സെയിം നെയിം. ഈ 5 ഫംഗ്ഷനും ഒരേ പേര് തന്നെയാണ്. ഓൾ ഫംഗ്ഷൻസ് ആർ ഹാവിംഗ് ദി സെയിം നെയിം. ഇവിടെ നെയിം ആണ് മൈ ഫംഗ്ഷൻ. അപ്പൊ കമ്പയർ എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യും? ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് but different number and type of parameters. For example, ആദ്യത്തെ നോക്കിയാൽ മൈ ഫംഗ്ഷൻ എം ടി ബ്രാക്കറ്റ് എന്ന് വെച്ചാൽ അതിൽ പാരാമീറ്റേഴ്സെ പാസ് ചെയ്യണില്ല, അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സെ പാസ് ചെയ്യണില്ല. രണ്ടാമത്തെ മൈ ഫംഗ്ഷൻ INTA എന്ന് വെച്ചാൽ ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നുണ്ട്, അത് ഇന്റീജർ ടൈപ്പ് ആണ്. മൂന്നാമത്തെ മൈ ഫംഗ്ഷന് ഫ്ലോട്ട് എ, അവിടെ ഒരു ആർഗ്യുമെന്റേ ഉള്ളൂ, പക്ഷെ ഫ്ലോട്ട് ആണ്. അപ്പം രണ്ടാമത്തേല് മൂന്നാമത്തേല് ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നുള്ളൂ, പക്ഷെ അവിടെ വ്യത്യാസമുണ്ട്. ആദ്യത്തേല് ഇന്റിജർ ആണ് പാസ് ചെയ്യുന്നത്, രണ്ടാമത്തത് ഫ്ലോട്ട് ആണ്. ഇനി നാലാമത്തെ മൈ ഫംഗ്ഷനകത്ത് INTA, ഫ്ലോട്ട് ബി എന്ന് വെച്ചാൽ ആദ്യത്തെ പാരാമീറ്റർ ഇന്റിജറും രണ്ടാമത്തെ പാരാമീറ്റർ ഫ്ലോട്ടും. ഇനി അഞ്ചാമത്തെ മൈ ഫംഗ്ഷന് നേരെ തിരിച്ച്, ആദ്യത്തെ പാരാമീറ്റർ ഫ്ലോട്ട് എ, രണ്ടാമത്തെ പാരാമീറ്റർ INTB എന്ന് വെച്ചാൽ ഇന്റിജർ. അപ്പോൾ ഇവിടെ ഈ 5 ഫംഗ്ഷനും പേര് സെയിം ആണ് മൈ ഫംഗ്ഷൻ, പക്ഷെ അതിലെ ഒന്നുകിൽ ആർഗ്യുമെന്റിന്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. ഇനി ആർഗ്യുമെന്റിന്റെ എണ്ണം സെയിം ആണെങ്കിൽ ടൈപ്പിന്റെ ഓർഡറിലോ അല്ലെങ്കിൽ ടൈപ്പിലോ വ്യത്യാസമുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഓവർലോഡിങ്. അപ്പം രണ്ടാമത്തെ മൂന്നാമത്തെ മൈ ഫംഗ്ഷൻ നോക്കിയാൽ ആർഗ്യുമെന്റ് എണ്ണം സെയിം ആണ്, പക്ഷെ ഒന്നിലെ ഇന്റിജറും മറ്റേ ഫ്ലോട്ടും. ഇനി നാലാമത്തെ അഞ്ചാമത്തെ മൈ ഫംഗ്ഷൻ നോക്കിയാൽ അവിടെ ആർഗ്യുമെന്റ് എണ്ണം സെയിം ആണ് 2, പക്ഷെ ആദ്യത്തെ ആർഗ്യുമെന്റ് ഇന്റിജറും രണ്ടാമത്തെ ഫ്ലോട്ടും, രണ്ടാമത്തേല് ആദ്യത്തെ ആർഗ്യുമെന്റ് ഫ്ലോട്ട് രണ്ടാമത്തെ ഇന്റിജർ. അപ്പോൾ ഡിസ്റ്റിങ്ഷൻ വേണം. ഏറ്റവും ആദ്യത്തെ മൈ ഫംഗ്ഷനകത്ത് ആർഗ്യുമെന്റേ ഇല്ല, ബ്ലാങ്ക് ആണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് പ്രോഗ്രാം നോക്കാം. പ്രോഗ്രാം ടു ഡെമോൺസ്ട്രേറ്റ് ഫംഗ്ഷൻ ഓവർലോഡിംഗ്. ഹാഷ് ഇൻക്ലൂഡ് iostream.h, ഹാഷ് ഇൻക്ലൂഡ് conio.h, ക്ലാസ് ബോക്സ് എന്ന് പറഞ്ഞൊരു ക്ലാസ്, അതിന്റെ ഓപ്പണിംഗ് ബ്രേസ്, അതിൽ ഇന്റിജർ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, വോളിയം. ഇപ്പൊ 4 വേരിയബിൾ ഉണ്ട്, 4 ഇന്റിജർ ആണ്, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, വോളിയം. ഇനി നമ്മൾ എന്റെ മെത്തേഡ് പാർട്ട് പറയാൻ പോവാണ്. മെത്തേഡ് പാർട്ട് പബ്ലിക് വോയിഡ് ബോക്സസ്. ഇത് ആദ്യത്തെ മെത്തേഡ് ബോക്സസ്, അവിടെ empty ബ്രാക്കറ്റ് ആണ്. രണ്ടാമത്തെ മെത്തേഡ് വോയിഡ് ബോക്സസ് ബ്രാക്കറ്റ് INT. അപ്പൊ ആദ്യത്തത് വെറും empty ബ്രാക്കറ്റ്, രണ്ടാമത്തത് INT. പക്ഷെ ഇവിടെ നമുക്ക് ഇത് കൺസ്ട്രക്ടർ അല്ല, കാരണം ബോക്സസ് എന്നാ പേര്. പിന്നെ ഇടതുവശത്ത് വോയിഡ് ഒന്നും ഉണ്ട്. പക്ഷെ ബോക്സ് എന്നാണ് ഇടതുവശത്ത് കൺസ്ട്രക്ടർ എന്ന് പറയായിരുന്നു. ഇവിടെ അതല്ല, സാധാരണ മെത്തേഡാണ്. അപ്പം ആദ്യത്തെ മെത്തേഡ് ബോക്സസ് empty ബ്രാക്കറ്റ്, രണ്ടാമത്തെ ബോക്സസ് INT, മൂന്നാമത്തത് വോയിഡ് ബോക്സസ് 3 INT. അപ്പൊ ഇവിടെ നെയിം സെയിം ആണ്, ബോക്സസ്. ആദ്യത്തേനകത്ത് ആർഗ്യുമെന്റ് ഇല്ല, പാരാമീറ്റർ ഇല്ല. രണ്ടാമത്തേനകത്ത് ഒരു ആർഗ്യുമെന്റ് ഇന്റിജർ, മൂന്നാമത്തേനകത്ത് 3 ആർഗ്യുമെന്റ് ഇന്റിജർ. ഈ കോൺസെപ്റ്റിനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. 3 മെത്തേഡിന്റെയും അല്ലെങ്കിൽ 3 ഫംഗ്ഷന്റെയും പേര് സെയിം ആണ് ബോക്സസ്, പക്ഷെ അവിടെ
ആർഗ്യുമെന്റ് എണ്ണത്തിന് വ്യത്യാസമുണ്ട്. ആദ്യത്തേല് 0 ആർഗ്യുമെന്റ് ആണ്, രണ്ടാമത്തേല് 1 ആർഗ്യുമെന്റ്, മൂന്നാമത്തേല് 3 ആർഗ്യുമെന്റ്. ഇപ്പൊ ഇവിടെ രണ്ടാമത്തെ മൂന്നാമത്തേലും ഡേറ്റ ടൈപ്പ് സെയിം ആണ്, പക്ഷെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. ആദ്യത്തേല് രണ്ടാമത്തേല് 1 ആർഗ്യുമെന്റ്, മൂന്നാമത്തേല് 3 ആർഗ്യുമെന്റ്. ഇവിടെ 3 മെത്തേഡിന്റെയും പേര് സെയിം തന്നെയാണ്, ബോക്സസ്. ഇതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഇനി വോളിയം കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു സാധാരണ മെത്തേഡ് വേർഡ് വോളിയം. നമ്മൾ ക്ലാസ് സെമിക്കോളൻ ഇട്ട് ക്ലോസ് ചെയ്യുന്നു. ഇനി ഈ ഓരോന്നിന്റെയും ബോഡി നമുക്ക് നോക്കാം. അവോയ്ഡ് ബോക്സസ്, കോപ്പറേറ്റഡ് ബോക്സസ്. അപ്പം ആദ്യത്തെ ബോക്സസ് എന്ന് പറഞ്ഞ ആദ്യത്തെ മെത്തേഡിന്റെ അകത്തുള്ള ബോഡി Cout, enter the length, breadth, height of box. CIN length, breadth, height. അപ്പൊ ആദ്യം എൻ്റർ ചെയ്യുന്ന വാല്യൂ ലെങ്തിൽ പോവും, രണ്ടാമത് എൻ്റർ ചെയ്യുന്ന വാല്യൂ ബ്രെഡ്ത്തിൽ പോവും, മൂന്നാമത് എൻ്റർ ചെയ്യുന്ന വാല്യൂ ഹൈറ്റിൽ പോവും. അതിന്റെ ബോഡി കഴിഞ്ഞു. അപ്പം ഈ വെറും ബോക്സസ് എന്നുള്ള ആദ്യത്തെ മെത്തേഡ് വിളിക്കുമ്പം സ്ക്രീനിൽ എൻ്റർ ദി ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എന്ന് മെസ്സേജ് വരും. നമ്മുടെ കീബോർഡിൽ കൂടെ ഫസ്റ്റ് വാല്യൂ ടൈപ്പ് ചെയ്യും, അത് ലെങ്തിൽ അലോട്ട് ചെയ്യും. സെക്കൻഡ് വാല്യൂ ടൈപ്പ് ചെയ്യുന്നത് ബ്രെഡ്ത്തിലോട്ട് പോകും, തേർഡ് വാല്യൂ ടൈപ്പ് ചെയ്യുന്നത് ഹൈറ്റിലോട്ട്. ഇതാണ് ബോക്സസ് എന്ന് പറയുന്ന ആദ്യത്തെ ഫംഗ്ഷന്റെ ബോഡി. ഇനി വോയിഡ് ബോക്സസ്, സ്കോപ്പ് ബോക്സസ് ബ്രാക്കറ്റ് INTL. ഇവിടെ ഒരു പാരാമീറ്റർ നമ്മൾ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുന്നുണ്ട് ഒരു ഇന്റിജർ ആർഗ്യുമെന്റ് L എന്ന് പറഞ്ഞ വേരിയബിളിൽ കൂടെ. ഇനി ആ മെത്തേഡിന്റെ ബോഡി നമുക്ക് നോക്കാം. ഓപ്പണിംഗ് ബ്രേസ് ഇട്ടു, ലെങ്ത് ഇസ് ഈക്വൽ ടു L സെമിക്കോളൻ എന്ന് പറഞ്ഞാൽ ആ പാസ് ചെയ്യുന്ന വാല്യൂ L കൂടെ ലെങ്ത് എന്ന് പറഞ്ഞ വേരിയബിൾ വെക്കുന്നു. ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു L സെമിക്കോളൻ, അതേ വാല്യൂ ബ്രെഡ്ത്ത് എന്ന വേരിയബിളിലും വെക്കുന്നു. ഹൈറ്റ് ഇസ് ഈക്വൽ ടു L സെമിക്കോളൻ, അതേ വാല്യൂ ഹൈറ്റിലും വെക്കുന്നു. ഇവിടെ ഇൻ എഫക്റ്റ് ലെങ്തിന്റെയും ബ്രെഡ്ത്തിന്റെയും ഹൈറ്റിലെയും വാല്യൂ സെയിം ആയിരിക്കും. ഏത് വാല്യൂ ആണോ ആ L കൂടെ പാസ് ചെയ്യുന്നത്, L കൂടെ 10 ആണ് പാസ് ചെയ്യണമെങ്കിൽ ലെങ്തും 10 ആയിരിക്കും, ബ്രെഡ്ത്തും 10 ആയിരിക്കും, ഹൈറ്റും 10 ആയിരിക്കും. 20 ആണ് പാസ് ചെയ്യണമെങ്കിൽ ലെങ്ത് 20 ആയിരിക്കും, ബ്രെഡ്ത്ത് 20 ആയിരിക്കും, ഹൈറ്റ് 20 ആയിരിക്കും. അതിന്റെ ബോഡി കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ മെത്തേഡ് വോയിഡ് ബോക്സസ്, കോപ്പറേറ്റഡ് ബോക്സസ് INTL, INTB, INTH. ഇവിടെ നമ്മൾ 3 പാരാമീറ്റർ പാസ് ചെയ്യണം. ഇവിടെയും മെത്തേഡിന്റെ പേര് സെയിം തന്നെയാണ്, ബോക്സസ്. അതിന്റെ ഓപ്പണിംഗ് ബ്രേസ് ഇട്ടു, ലെങ്ത് ഇസ് ഈക്വൽ ടു L, L കൂടെ പാസ് ചെയ്ത വാല്യൂ ലെങ്തിൽ വരും. ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു B, B കൂടെ പാസ് ചെയ്ത വാല്യൂ ബ്രെഡ്ത്തിൽ വരും. ഹൈറ്റ് ഇസ് ഈക്വൽ ടു H, H കൂടെ പാസ് ചെയ്ത വാല്യൂ ഹൈറ്റിൽ വരും. അപ്പൊ ഇവിടെ ഫസ്റ്റ് ആർഗ്യുമെന്റ് കൂടെ പാസ് ചെയ്യുന്നത് ലെങ്തി വരും, എന്ന് വെച്ചാൽ L വരും. സെക്കൻഡ് ആർഗ്യുമെന്റ് B കൂടെ പാസ് ചെയ്യുന്നത് ബ്രെഡ്ത്തിൽ വരും. തേർഡ് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ പാരാമീറ്റർ H കൂടെ പാസ് ചെയ്യുന്നത് ഹൈറ്റിൽ വരും. അതിന്റെ ക്ലോസിംഗ്. അപ്പൊ നമ്മള് പക്ഷെ ഇവിടെയും ഈ 3 മെത്തേഡിന്റെ പേര് ബോക്സസ് എന്നായിരുന്നു. ഇനി ഓർഡിനറി മെത്തേഡ് വോയിഡ് ബോക്സ്, വോളിയം. ഇത് ഈ 3 ഡയമെൻഷനും വെച്ച് വോളിയം കണ്ടുപിടിക്കാനുള്ളതാണ്. അതിന്റെ ഓപ്പണിംഗ് ബ്രേസ് വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് സെമിക്കോളൻ. അതാണ് മാത്തമാറ്റിക്കൽ ഫോർമുല. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് സെമിക്കോളൻ. Cout വോളിയം ഓഫ് ബോക്സ് വിത്ത് ലെങ്ത് L, ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് ഈസ് എന്ന് പറഞ്ഞ് വോളിയം ഡിസ്പ്ലേ ചെയ്യുന്നു. അടുത്ത ലൈനിലോട്ട് പോകാൻ വേണ്ടി ENTL. വോളിയം എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. നമ്മളെ വോയിഡ് മെയിൻ, ആ മെയിനിന്റെ ഓപ്പണിംഗ് ബ്രേസ് സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി CLR SCR. ആ ബോക്സ് B1, B2, B3. ഇവിടെ 3 ഓബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാണ്. B1 എന്ന് പറഞ്ഞ ഓബ്ജക്ട്, B2 എന്ന് പറഞ്ഞ ഓബ്ജക്ട്, B3 എന്ന് പറഞ്ഞ ഓബ്ജക്ട്. B1 ഡോട്ട് ബോക്സസ് empty പാരാമീറ്റർ. B1 ഡോട്ട് ബോക്സസ് ബ്ലാങ്ക് അല്ലെങ്കിൽ empty പാരാമീറ്റർ ഉള്ള ആ ഫംഗ്ഷൻ നമ്മൾ വിളിക്കുകയാണ്. അപ്പോൾ വെറും ബോക്സിനകത്ത് എൻ്റർ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എന്ന് ചോദിക്കും. നമ്മൾ കീബോർഡ് കൂടെ എൻ്റർ ചെയ്യണം. ആദ്യം എൻ്റർ ചെയ്യുന്ന വാല്യൂ ലെങ്തിൽ പോവും, രണ്ടാമത് എൻ്റർ ചെയ്യുന്ന വാല്യൂ ബ്രെഡ്ത്തിൽ പോവും, മൂന്നാമത് എൻ്റർ ചെയ്യുന്ന വാല്യൂ ഹൈറ്റിൽ പോവും. ഇനി B1 ഡോട്ട് വോളിയം വെച്ച് നമ്മൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നുള്ള ഫോർമുല വെച്ച് ആ ഫസ്റ്റ് ബോക്സിന്റെ വോളിയം കണ്ടുപിടിക്കുന്നു. അടുത്ത് B2 ഡോട്ട് ബോക്സസ് 5. B2 എന്ന് പറഞ്ഞാൽ അടുത്ത ബോക്സസ് 5 സിംഗിൾ ആർഗ്യുമെന്റ് 5 പാസ് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഫംഗ്ഷൻ ഓവർലോഡിംഗിൽ രണ്ടാമത്തെ മെത്തേഡ് ആ L കൂടെ 5 പാസ് ചെയ്യും. അപ്പൊ ലെങ്ത് ഇസ് ഈക്വൽ ടു L സെമിക്കോളൻ, ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു L സെമിക്കോളൻ, ഹൈറ്റ് ഇസ് ഈക്വൽ ടു L സെമിക്കോളൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെങ്തും ഈ കേസിൽ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും 5 തന്നെ ആയിരിക്കും. ഇനി നമ്മള് വോളിയം എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്ത് അതിന്റെ വോളിയം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് 5 × 5 × 5 ആ വോളിയം ഡിസ്പ്ലേ.
ഇനി മൂന്നാമത്തെ ബോക്സ് B3 ഡോട്ട് ബോക്സസ് ബ്രാക്കറ്റ് 7,8,9 എന്ന് പറഞ്ഞ ഇവിടെ 3 ആർഗ്യുമെന്റ് 3 പാരാമീറ്റർ പാസ് ചെയ്തത്. ഇവിടെ 7 എന്ന് പറഞ്ഞ വാല്യൂ L കൂടെ ലെങ്തിൽ വരും. 8 എന്ന് പറഞ്ഞ വാല്യൂ B കൂടെ ബ്രെഡ്ത്തിൽ വരും. 9 എന്ന് പറഞ്ഞ വാല്യൂ H കൂടെ ഹൈറ്റിൽ വരും. അപ്പം ലെങ്തിന്റെ വാല്യൂ 7, ബ്രെഡ്ത്തിന്റെ വാല്യൂ 8, ഹൈറ്റിന്റെ വാല്യൂ 9. ഇനി B3 ഡോട്ട് വോളിയം വെച്ച് നമ്മൾ അതിന്റെ വോളിയം കമ്പ്യൂട്ട് ചെയ്യുന്നു. അതിന്റെ ക്ലോസിംഗ് പ്രൈസ്. ഇവിടെ 3 മെത്തേഡിന്റെ ഫംഗ്ഷൻ ഓവർലോഡ് ഇല്ലസ്ട്രേറ്റ് 3 മെത്തേഡ്, 3ന്റെയും പേര് സെയിം തന്നെയാണ്, ബോക്സസ്, പക്ഷെ ആർഗ്യുമെന്റിൽ വ്യത്യാസമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒന്നുകിൽ വാല്യൂ പാസ് ചെയ്തു അല്ലെങ്കിൽ വാല്യൂ പാസ് ചെയ്തു. ആദ്യത്തെ ബോക്സിനകത്ത് വാല്യൂ ആർഗ്യുമെന്റ് പാസ് ചെയ്തില്ല, രണ്ടാമത്തേലും മൂന്നാമത്തേലും പാസ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത പ്രോഗ്രാം നോക്കണം, ഫംഗ്ഷൻ ഓവർലോഡിംഗ് പാസിംഗ് ഓബ്ജക്റ്റ് ഓൾസോ ആസ് പാരാമീറ്റർ. ഈ വാല്യൂ മാത്രമല്ല, ഒരു മെത്തേഡിനകത്ത് ഒരു ഓബ്ജക്റ്റ് നമുക്ക് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യാം. അത് ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ് അടുത്തത്. ഫംഗ്ഷൻ ഓവർലോഡിംഗ് പാസിംഗ് ഓബ്ജക്റ്റ് ഓൾസോ ഹാസ് പാരാമീറ്റർ. ഫംഗ്ഷൻ ഓവർലോഡിംഗ് പാസിംഗ് ഓബ്ജക്റ്റ് ഓൾസോ ഹാസ് പാരാമീറ്റർ. hash include iostream.h, hash include conio.h, a class box, a box in the opening brace, int length, comma, breadth, comma, height, comma, volume. Public എന്നുള്ള keyword, void boxes, parameter ഒന്നും ഇല്ലാത്ത boxes, void boxes int ഒറ്റ ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്ന മെത്തേഡ്. അടുത്ത വേർഡ് ബോക്സ് int, വേർഡ് ബോക്സസ് ബ്രാക്കറ്റ് ബോക്സ്. നാലാമത്തെ വരുന്നതാണ് ഓബ്ജക്റ്റ് പാസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും ടോട്ടൽ ആയിട്ട് നോക്കിയാൽ വെറും ബോക്സസ് ബ്രാക്കറ്റ് int, ബോക്സസ് ബ്രാക്കറ്റ് int, അടുത്ത ബോക്സസ്. ഇത് ഫംഗ്ഷൻ ഓവർലോഡിംഗ് ആണ്. അപ്പൊ ഇവിടെ ബോക്സസ് ഐഎൻഡിയും ബോക്സും രണ്ടിലും ഒരു ആർഗ്യുമെന്റേ ഉള്ളൂ, പക്ഷെ രണ്ട് വ്യത്യാസമാണ്. ബോക്സസ് ഐഎൻഡിയില് ഇന്റിജർ നമ്പർ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നു, ബോക്സസ് ബി എന്നുള്ളതില് ഓബ്ജക്റ്റ് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നു. അപ്പം പാരാമീറ്റർ സെയിം ആണെങ്കിൽ പാസ് ചെയ്യുന്നതിൽ വ്യത്യാസം വേണം. സെയിം ബോക്സ് 2 സെക്കൻഡ് മെത്തേഡ് ബോക്സസ് ഐന്റ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും. കാരണം ബോക്സസ് ഐഎൻഡിയിൽ ഒരു ഡേറ്റ മാത്രമേ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നുള്ളൂ, പക്ഷെ ബോക്സസ് int, int 3 ഡേറ്റ നമ്മൾ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഈ കോൺസെപ്റ്റ് ഫംഗ്ഷൻ ഓവർലോഡിംഗ്. ഇതില് ആ വോയിഡ് ബോക്സസ് ബ്രാക്കറ്റ് ബോക്സ് എന്നുള്ളതാണ് ഓബ്ജക്റ്റ് പാസ് ചെയ്യുന്നത്. നമ്മൾ ഓബ്ജക്റ്റ് പാസ് ചെയ്യും. അപ്പോൾ ഒരു മെത്തേഡില് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ പാരാമീറ്റർ ആയിട്ട് വാല്യൂസ് മാത്രമല്ല, ഈവൻ ഒരു ഓബ്ജക്റ്റ് നമുക്ക് പാസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ വോളിയം കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധാരണ മെത്തേഡ് വോളിയം എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ ക്ലാസ് ക്ലോസ് ചെയ്തു. അപ്പൊ ഇവിടെ ബോക്സസ് 4 ഫംഗ്ഷന്റെ പേര് ബോക്സസ്. ഫംഗ്ഷൻ ഓവർലോഡിങ്. ആദ്യത്തേൽ ആർഗ്യുമെന്റ് ഇല്ല, രണ്ടാമത്തേൽ ഒരു ഇന്റിജർ ആർഗ്യുമെന്റ്, മൂന്നാമത്തേൽ 3 ഇന്റിജർ ആർഗ്യുമെന്റ്, നാലാമത്തേൽ ഒരു ഓബ്ജക്റ്റ് നമ്മൾ പാസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഓരോന്നിന്റെ കോഡ് നോക്കാം. വോയിഡ് ബോക്സസ് അതിന്റെ ഓപ്പണിംഗ് ബ്രേസ്. നേരത്തെ പറഞ്ഞ പോലെ സി ഔട്ട് എന്റർ ദി ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദി ബോക്സ്. സി ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. ആദ്യം എൻട്രി ചെയ്യുന്ന വാല്യൂ ലെങ്തിൽ പോവും, രണ്ടാമത് എൻട്രി ചെയ്യുന്ന വാല്യൂ ബ്രെഡ്ത്തിൽ പോവും, മൂന്നാമത് എൻട്രി ചെയ്യുന്ന വാല്യൂ ഹൈറ്റിൽ പോവും. അതിന്റെ ബ്രേസ് ക്ലോസ് ചെയ്യുന്നു. അടുത്ത വോയിഡ് ബോക്സസ് INTL അതിന്റെ ഓപ്പണിംഗ് ബ്രേസ്. ലെങ്ത് ഈസ് ഈക്വൽ ടു L, L കൂടെ പാസ് ചെയ്യുന്ന വാല്യൂ ലെങ്തി വരും. ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു L, L കൂടെ പാസ് ചെയ്യുന്ന വാല്യൂ ബ്രെഡ്ത്ത് വരും. ഹൈറ്റ് ഈസ് ഈക്വൽ ടു L, L കൂടെ പാസ് ചെയ്യുന്ന വാല്യൂ ഹൈറ്റിൽ വരും. അപ്പം നമ്മൾ ഈ കേസിൽ ഒറ്റ വാല്യൂ മാത്രമേ L കൂടെ പാസ് ചെയ്യുന്നുള്ളൂ. അത് തന്നെ ആ ഒറ്റ വാല്യൂ തന്നെ ആദ്യം ലെങ്തിലും പിന്നെ ബ്രെഡ്ത്തിലും പിന്നെ ഹൈറ്റിലും നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നു. അതിന്റെ ക്ലോസിംഗ് ബ്രേസ്. ഇനി വോയിഡ് ബോക്സസ് 3 ആർഗ്യുമെന്റ് INTL, INTB, INTH. അതിന്റെ ഓപ്പണിംഗ് ബ്രേസ്. ലെങ്ത് ഈസ് ഈക്വൽ ടു L, L കൂടെ പാസ് ചെയ്യുന്ന ലെങ്തിൽ അലോക്കേറ്റ് ചെയ്യും. ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു B കൂടെ പാസ് ചെയ്യുന്നത് ബ്രെഡ്ത്തിൽ അലോക്കേറ്റ് ചെയ്യും. ഹൈറ്റ് ഈസ് ഈക്വൽ ടു H കൂടെ പാസ് ചെയ്യുന്നത് ഹൈറ്റിൽ അലോക്കേറ്റ് ചെയ്യും. അതിന്റെ ക്ലോസിംഗ് ബ്രേസ്. ഇനി വോയിഡ് ബോക്സസ് ഡ്യൂപ്ലിക്കേറ്റ്. ഇതാണ് ഓബ്ജക്റ്റ് പാസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ബോക്സ് എന്നുള്ളത് ക്ലാസ് നെയിം ആണ് ബ്രാക്കറ്റിൽ. അപ്പൊ ബോക്സ് ഇസ് ദി ക്ലാസ് നെയിം.
ക്ലാസ് നെയിം സ്പേസ് ഓബ്ജക്ട് നെയിം. അപ്പൊ ഇവിടെ ബോക്സ് എന്നുള്ളത് ക്ലാസ് നെയിമും ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഓബ്ജക്ട് നെയിം. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഓബ്ജക്ട്, അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഓബ്ജക്ട് പാസ്ഡ് ആസ് പാരാമീറ്റർ. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ ഓബ്ജക്ട് നമ്മൾ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഓബ്ജക്ട് പാസ്ഡ് ആസ് പാരാമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഈ മെത്തേഡിന്റെ ബോഡി നമ്മൾ നോക്കാൻ പോവുകയാണ്. ഓപ്പണിംഗ് ബ്രേസ് ലെങ്ത് ഡ്യൂപ്ലിക്കേറ്റ് ഡോട്ട് ലെങ്ത് ആണ്. എപ്പോഴും ഓബ്ജക്ട് യൂസ് ചെയ്യുമ്പോൾ ഓബ്ജക്റ്റും ഡോട്ട് ഓപ്പറേറ്ററും വേണം. ഡ്യൂപ്ലിക്കേറ്റ് ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ഓബ്ജക്റ്റിന്റെ ലെങ്തിൽ വെക്കുന്നു. ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു ഡ്യൂപ്ലിക്കേറ്റ് ഡോട്ട് ബ്രെഡ്ത്ത്, അതിന്റെ ബ്രെഡ്ത്തിൽ വെക്കുന്നു. ഹൈറ്റ് ഈസ് ഡ്യൂപ്ലിക്കേറ്റ് ഡോട്ട് ഹൈറ്റ്, അതിന്റെ ഹൈറ്റ് ഡ്യൂപ്ലിക്കേറ്റ്. അപ്പൊ ഇവിടെ ഓബ്ജക്ട് നെയിം ഡോട്ട് ഓപ്പറേറ്റർ ഡേറ്റ. ഡ്യൂപ്ലിക്കേറ്റ് ഡോട്ട് ലെങ്ത് വെച്ച് ഓബ്ജക്റ്റിന്റെ ലെങ്ത് എന്നുള്ള വാല്യൂ ലെങ്തിൽ വെക്കുന്നു. ഡ്യൂപ്ലിക്കേറ്റ് ഡോട്ട് ബ്രെഡ്ത്ത് വെച്ച് ഓബ്ജക്റ്റിന്റെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞ വാല്യൂ ബ്രെഡ്ത്തിൽ വെക്കുന്നു. ഡ്യൂപ്ലിക്കേറ്റ് ഡോട്ട് ഹൈറ്റ് എന്ന് പറഞ്ഞ് ഓബ്ജക്റ്റിന്റെ ഹൈറ്റ് എന്ന വേരിയബിളിന്റെ വാല്യൂ ഹൈറ്റിൽ വെക്കുന്നു. ആ മെത്തേഡ് എന്ത് ചെയ്യുന്നു? ഇനി വോയിഡ് ബോക്സ് വോളിയം, അതിന്റെ ഓപ്പണിംഗ് ബ്രേസ്, വോളിയം ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇനി നമ്മൾ സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് വെച്ച് ആ വോളിയം അങ്ങ് ഡിസ്പ്ലേ ചെയ്യുകയാണ്. സി ഔട്ട് വോളിയം ഓഫ് ദി ബോക്സ് വിത്ത് ലെങ്ത് ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഈസ് വോളിയം വരുന്നു. വോളിയം എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇനി നമ്മുടെ മെയിൻ മെത്തേഡ് വോയിഡ് മെയിൻ്റെ ഓപ്പണിംഗ് ബ്രേസ്, സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി CLR ബോക്സ് B1, B2, B3, B4. ഇവിടെ നമ്മൾ 4 ഓബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്തു. B1 ആദ്യത്തെ ഓബ്ജക്ട്, B2 രണ്ടാമത്തെ ഓബ്ജക്ട്, B3 മൂന്നാമത്തെ ഓബ്ജക്ട്, B4 എന്നുള്ളത് നാലാമത്തെ ഓബ്ജക്ട്. B1 ഡോട്ട് ബോക്സസ്, അപ്പം ആദ്യത്തെ B1 വെറും ബോക്സ് വിളിക്കും. അപ്പൊ എൻ്റർ ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് എന്ന് ചോദിക്കും. ആദ്യം എൻ്റർ ചെയ്യുന്ന വാല്യൂ ലെങ്ത് വരും, രണ്ടാമത് എൻ്റർ ചെയ്യുന്ന വാല്യൂ ബ്രെഡ്ത്ത് വരും, മൂന്നാമത് എൻ്റർ ചെയ്യുന്ന വാല്യൂ ഹൈറ്റിൽ വരും. രണ്ടാമത്തെ ഓബ്ജക്ട് ആദ്യത്തെ ഓബ്ജക്ട് B1 ഡോട്ട് വോളിയം. അപ്പൊ ആ 3 മെഷർമെന്റും വെച്ച് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് വെച്ച് വോളിയം കമ്പ്യൂട്ട് ചെയ്യുന്നു. അടുത്ത B2 ഡോട്ട് ബോക്സസ് 5 സിംഗിൾ ആർഗ്യുമെന്റ്. അപ്പൊ 5 എന്നുള്ള വാല്യൂ തന്നെയായിരിക്കും ലെങ്തിലും വരുന്നത്, ബ്രെഡ്ത്തിലും വരുന്നത്, ഹൈറ്റിലും വരുന്നത്. അപ്പോൾ വോളിയം 5 × 5 × 5 എന്നുള്ള വാല്യൂ ആയിരിക്കും വോളിയം വരുന്നത്. അത് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് B2 ഡോട്ട് വോളിയം. ഇനി 3 ആർഗ്യുമെന്റ് ഉള്ള B3 ഡോട്ട് ബോക്സ് 7, 8, 9. അപ്പം 7 എന്ന് പറഞ്ഞ വാല്യൂ L കൂടെ ലെങ്ത് വരും, 8 എന്ന് പറഞ്ഞ വാല്യൂ B കൂടെ ബ്രെഡ്ത്ത് വരും, 9 എന്ന് പറഞ്ഞ വാല്യൂ H കൂടെ ഹൈറ്റിൽ വരും. അതിന്റെ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി B3 ഡോട്ട് വോളിയം. ഇനി നാലാമത്തെ ഓബ്ജക്റ്റ് പാസ് ചെയ്യാണ്. B4 ഡോട്ട് ബോക്സസ് B3 എന്ന് പറഞ്ഞ ഓബ്ജക്റ്റ്. ഇപ്പൊ B4 വെച്ച് B3 എന്ന ഓബ്ജക്റ്റ്. ഇപ്പൊ B3 ഏത് ഡയമെൻഷൻ? ഇന്നത്തെ B3 ഡയമെൻഷൻ B3 എന്ന് പറഞ്ഞ ഓബ്ജക്റ്റ് ലെങ്ത് 7 ആയിരുന്നു, ബ്രെഡ്ത്ത് 8 ആയിരുന്നു, ഹൈറ്റ് 9 ആയിരുന്നു. അതേ വാല്യൂ ഇവിടെ പാസ് ചെയ്യും. അപ്പം B3 ഡോട്ട് ലെങ്ത് എന്ന് പറയുമ്പോൾ 7 എന്ന് പറഞ്ഞ വാല്യൂ ലെങ്തിൽ വരും. B3 ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ 8 എന്ന് പറഞ്ഞ വാല്യൂ ബ്രെഡ്ത്തിൽ വരും. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 9 എന്ന വാല്യൂ ഹൈറ്റിൽ വരും. എന്ന് പറഞ്ഞാൽ ഇൻ എഫക്റ്റീവ് B3ക്കും B4നും ഒരേ ഡയമെൻഷൻ ആണ്. ലെങ്ത് 7, ബ്രെഡ്ത്ത് 8, ഹൈറ്റ് 9. അതുകൊണ്ട് തന്നെ B3ക്കും B4നും വോളിയവും സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ B3 ഓബ്ജക്ട് പാസ്ഡ് ആസ് പാരാമീറ്റർ, B4 ഡോട്ട് ബോക്സസ് B3. അവിടെ B3 എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്റിജറോ ഫ്ലോട്ടോ ഒന്നും അല്ല, അതൊരു ഓബ്ജക്റ്റ് തന്നെയാണ്. അത് ബോക്സ് B1, B2, B3, B4 എന്ന് മനസ്സിലാവും. അവിടെ B3 എന്ന ഓബ്ജക്റ്റ് ആണ്. ഓബ്ജക്റ്റ് തന്നെ, ഒരു ഓബ്ജക്റ്റ് ഇറ്റ്സെൽഫ്, ഒരു ഓബ്ജക്റ്റ് തന്നെ നമ്മൾ നേരിട്ട് പാരാമീറ്റർ ആയിട്ട് അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുക. ഇനി അതിന്റെ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി B4 ഡോട്ട് വോളിയം നമ്മൾ ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഫംഗ്ഷൻ ഓവർലോഡിങ്. പക്ഷെ ഇതിനകത്ത് പ്രത്യേകത ഇന്റിജർ മാത്രമല്ല, ബ്ലാങ്ക് ആയിട്ട് ഉണ്ട്, ഇന്റിജറും പാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം വെറും ബോക്സസ് ബ്ലാങ്ക്, അത് കഴിഞ്ഞ് ബോക്സസ് 5 വെച്ച് ഒരു ഇന്റിജർ പാസ് ചെയ്തു. ബോക്സസ് 7, 8, 9 വെച്ച് നമ്മൾ 3 ഇന്റിജർ പാസ് ചെയ്തു. ബോക്സസ് B3 എന്ന് വെച്ച് ഒരു ഓബ്ജക്റ്റ് തന്നെ പാസ് ചെയ്തു. ഇതെല്ലാം പക്ഷെ മെത്തേഡിന്റെ പേര് എല്ലാത്തിനും ബോക്സസ് എന്നാണ്. ഇതാണ് ഫംഗ്ഷൻ ഓവർലോഡ്, ഓബ്ജക്റ്റ് പാസ്. അടുത്ത ടു കാൽക്കുലേറ്റ് ദി ഏരിയ യൂസിങ് ഫംഗ്ഷൻ ഓവർലോഡിംഗ്. ഏരിയ ഫംഗ്ഷൻ ഓവർലോഡിംഗ് വെച്ച് ഈ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ. ടു കാൽക്കുലേറ്റ് ഏരിയ യൂസിങ് ഫംഗ്ഷൻ ഓവർലോഡിംഗ്. ഹാഷ് ഇൻക്ലൂഡ് IOStream.h, ഹാഷ് ഇൻക്ലൂഡ് conio.h, ക്ലാസ് ഫൈൻഡ് ഏരിയ. ഇവിടെ നമ്മൾ ക്ലാസിന്റെ പേര് ഫൈൻഡ് ഏരിയ എന്ന് കൊടുത്തു. അതിന്റെ ഓപ്പണിംഗ് ബ്രേസ് വന്നു.
IND length, comma breadth. Float radius, comma A. Length store ചെയ്യാൻ വേണ്ടി length, breadth store ചെയ്യാൻ വേണ്ടി breadth, radius store ചെയ്യാൻ വേണ്ടി radius, ഏരിയയ്ക്ക് വേണ്ടി A. ഇനി നമ്മൾ അതിന്റെ മെത്തേഡ് പാർട്ട് പറയാണ് പബ്ലിക്. void area INT, void area INT, void area float. അപ്പൊ ഇതിനകത്ത് ഏരിയ INT, ഏരിയ INT, ഏരിയ ഫ്ലോട്ട്. വീണ്ടും ഇത് കാണിക്കുന്നത് ഫംഗ്ഷൻ ഓവർലോഡിംഗ് ആണ്. ആദ്യത്തെ ഏരിയക്കകത്ത് ഇന്റിജർ പാസ് ചെയ്യുന്ന ഒരു ആർഗ്യുമെന്റ് ആയിട്ട്, രണ്ടാമത്തെ ഏരിയക്കകത്ത് 2 ഇന്റിജർ പാസ് ചെയ്യുന്നു. മൂന്നാമത്തേനകത്ത് അപ്പം മൂന്നാമത്തേന് ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ അവിടെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും. കാരണം ആദ്യത്തെ മെത്തേഡിനകത്ത് ഏരിയ എന്ന് പറഞ്ഞാൽ INT ആണ് പാസ് ചെയ്യുന്നത്. രണ്ടാമത്തെ മെത്തേഡിനകത്ത് ഏരിയ എന്ന് പറഞ്ഞാൽ ഫ്ലോട്ട്. അപ്പം ആർഗ്യുമെന്റിന്റെ എണ്ണം അല്ലെങ്കിൽ പാരാമീറ്ററിന്റെ എണ്ണം സെയിം ആണെങ്കിലും അവിടെ ഡേറ്റ ടൈപ്പിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഒന്നുകിൽ ആർഗ്യുമെന്റിന്റെ എണ്ണത്തിൽ വ്യത്യാസം വേണം, അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പിൽ വ്യത്യാസം വേണം. എന്നാലേ കമ്പൈലറിന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. ഇനി നമുക്ക് ഓരോന്നിന്റെയും ബോഡി നോക്കാം. void find area, area INTL. അതിന്റെ ഓപ്പണിംഗ് പ്രൈസ് ലെങ്ത് is equal to L. ഏരിയ is equal to length into length. ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ലെങ്ത് into length. അതിനകത്ത് വെച്ച് ഞാൻ ഏരിയ ഡിസ്പ്ലേ ആക്കാൻ ഒരു പ്രത്യേക മെത്തേഡിന്റെ ആവശ്യമില്ല. സി ഔട്ട് ദി ഏരിയ ഓഫ്, അപ്പം ലെങ്ത് ഏരിയ ഓഫ് ദി സ്ക്വയർ ഈസ്, കാരണം ഇവിടെ ഒറ്റ ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നുള്ളൂ. അപ്പം 2 ലെങ്ത് സെയിം ആയിരിക്കുമ്പം അവിടെ സ്ക്വയർ ആവണം. ദി ഏരിയ ഓഫ് ദി സ്ക്വയർ ഈസ് എ. അതിന്റെ ബോഡി കഴിഞ്ഞു. അപ്പം ഏരിയ ഒറ്റ ആർഗ്യുമെന്റ് പാസ് കഴിഞ്ഞാൽ അത് ഇൻ എഫക്ട് ഒരു സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. അടുത്ത void find area scope reference ഓപ്പറേറ്റർ ഏരിയ INTL, INTB. അപ്പൊ 2 പാരാമീറ്റർ ഉണ്ട്. ലെങ്തും പ്രത്യേകം പാസ് ചെയ്യാണ്, ബ്രെഡ്ത്തും പാസ് ചെയ്യാണ്. അപ്പൊ ലെങ്ത് ഈസ് ഈക്വൽ ടു ബ്രെഡ്ത്ത് അല്ല എന്നുള്ള കോൺസെപ്റ്റ്. അതിന്റെ ഓപ്പണിംഗ് പ്രൈസ് എല്ലിൽ കൂടെ പാസ് ചെയ്യുന്നത് ലെങ്ത് ഈസ് ഈക്വൽ ടു L സെമിക്കോളൻ. എല്ലിൽ കൂടെ പാസ് ചെയ്യുന്നത് ലെങ്തിൽ വരുന്നു. ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു B സെമിക്കോളൻ. B കൂടെ പാസ് ചെയ്യുന്നത് ബ്രെഡ്ത്തിൽ വരുന്നു. A ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി എല്ലിൽ കൂടെ പാസ് ചെയ്ത ലെങ്തും B കൂടെ പാസ് ചെയ്ത ബ്രെഡ്ത്തും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. A ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. വീണ്ടും ഇവിടെ അടുത്തത് പ്രോപ്പർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി സി ഔട്ട് ദി ഏരിയ ഓഫ് ദി റെക്ടാംഗിൾ ഈസ് എന്ന് പറഞ്ഞ് ഏരിയ ഡിസ്പ്ലേ ചെയ്യുന്നു. ആ മെത്തേഡ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ മെത്തേഡിൽ ഒരു ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ പാസ് ചെയ്തു. അത് നേരെ എല്ലിൽ കൊടുത്തു, ലെങ്തിന് ലെങ്ത്. രണ്ടാമത്തേല് ആദ്യത്തെ ആർഗ്യുമെന്റിൽ ആയിട്ട് ലെങ്ത് പാസ് ചെയ്യുന്നു. രണ്ടാമത്തെ ആർഗ്യുമെന്റ് ആയിട്ട് ബ്രെഡ്ത്ത് പാസ് ചെയ്യുന്നു. എല്ലിൽ കൂടെ പാസ് ചെയ്ത് ലെങ്തി കൊടുത്തു. B കൂടെ പാസ് ചെയ്ത് ബ്രെഡ്ത്തി കൊടുത്തു. എന്നിട്ട് ഏരിയ ലെങ്തിന്റെ ബ്രെഡ്ത്ത് ഞാൻ ഫോർമുല വെച്ച് അതിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി void find area, ഏരിയ ഫ്ലോട്ട് ആണ്. ഇവിടെ ഇനി വീണ്ടും ഒരു ആർഗ്യുമെന്റ് ആണ്, പക്ഷെ ഡയറക്റ്റ് വ്യത്യാസം കൊണ്ട് ഫ്ലോട്ട് ആണ്. അതിന്റെ ബോഡി നമ്മൾ പറയാൻ പോകുന്നു. റേഡിയസ് ഈസ് ഈക്വൽ ടു R. ഏരിയ ഈസ് ഈക്വൽ ടു 4 into 4 pi R squared. 4 into 3.14 radius into radius. The circle area. See out the area of the circle is A. അപ്പൊ ഇവിടെ 4 pi R squared എന്നുള്ള ഫോർമുല 4 into 3.14 into radius. അപ്പൊ സി ഔട്ട് ഏരിയ ഓഫ് ദി സർക്കിൾ എന്ന് പറഞ്ഞ് അവിടെ എക്കകത്ത് വരുന്നു. അപ്പൊ ആ മെത്തേഡുമായി. ഇനി അതിന്റെ മെയിൻ മെത്തേഡ് void മെയിനിന്റെ ഓപ്പണിംഗ് പ്രൈസ് സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി CLRSCR ഫൈൻഡ് ഏരിയ A. ഇവിടെ നമ്മൾ ക്ലാസ്സിന്റെ നെയിം ഫൈൻഡ് ഏരിയ A. അപ്പം ഏരിയ എന്ന് പറഞ്ഞ A എന്ന് പറഞ്ഞ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. A ഡോട്ട് ഏരിയ 2,3. അപ്പൊ ഇവിടെ 2 എന്ന് പറഞ്ഞ വാല്യൂ ലെങ്തി പോവും, 3 എന്ന് പറഞ്ഞ വെളുത്തി പോവും. രണ്ടാമത്തെ A ഡോട്ട് ഏരിയ 5. അപ്പൊ ഇവിടെ സ്ക്വയറിന്റെ ലെങ്ത് 5 തന്നെ ലെങ്തിൽ വരും. 5 into 5 സ്ക്വയറിന്റെ ഏരിയ. A ഡോട്ട് ഏരിയ 6.5 F. ഫ്ലോട്ട് ആവുമ്പോൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടി F എന്ന് കൊണ്ട് ചേർക്കണം 6.5 F. അപ്പൊ അവിടെ സർക്കിളിന്റെ റേഡിയസ് 6.5 ആണ്. അപ്പൊ A is equal to 4 into 3.14 into 6.5 into 6.5 സർക്കിളിന്റെ. അപ്പൊ ഇവിടെയും ഫംഗ്ഷൻ ഓവർലോഡിങ് വെച്ച്, കാരണം ഈ മൂന്ന് ഫംഗ്ഷന്റെയും പേര് ഏരിയ തന്നെയാണ്. പക്ഷെ ആദ്യത്തെ ഫംഗ്ഷനകത്ത് 2 ആർഗ്യുമെന്റ് 2 ഉം 3 ഉം,
രണ്ടാമത്തെ ഫംഗ്ഷനകത്ത് ഒരു ആർഗ്യുമെന്റ് 5, മൂന്നാമത്തേത് ഒരു ആർഗ്യുമെന്റ് പക്ഷെ ഫ്ലോട്ടിംഗ് പോയിന്റ് ആണെന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്മോൾ എഫ് ഇട്ടിരിക്കുന്നത്. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഫംഗ്ഷൻ ഓവർലോഡിംഗ്. അപ്പൊ ഇത് ഫംഗ്ഷൻ ഓവർലോഡിംഗിന്റെ എക്സാമ്പിൾ. നമ്മൾ മെയിൻ ക്ലാസ് ക്ലോസ് ചെയ്യും. ഇതാണ് ഫംഗ്ഷൻ ഓവർലോഡിംഗ്. ഒരു മെത്തേഡിന് ഒരു ക്ലാസ്സിനകത്ത് ഒരേ പേരുള്ള ഒന്നിക്കുള്ള മെത്തേഡ് വരാം എന്ന് പറഞ്ഞാൽ എല്ലാ മെത്തേഡിനും പേരൊന്നായിരിക്കും, പേര് സെയിം ആയിരിക്കും. അപ്പൊ അവിടെ ഒന്നുകിൽ ആർഗ്യുമെന്റിന്റെ എണ്ണത്തിൽ വ്യത്യാസം വേണം, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ പാരാമീറ്ററിന്റെ എണ്ണത്തിൽ വ്യത്യാസം വേണം, അല്ലെങ്കിൽ അതിന്റെ ഡേറ്റ ടൈപ്പ് വ്യത്യാസം വേണം. ഓക്കെ, ദിസ് ഈസ് ഫംഗ്ഷൻ ഓവർലോഡിംഗ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.